ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തുഫാന്റെ മുണ്ടക്കയം മേഖലാതല ഉദ്ഘാടനം മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ നടന്നു. മുണ്ടക്കയം പോലീസിന്റെയും എക്സൈസിന്റെയും നേതൃത്വത്തിൽ മുണ്ടക്കയം, കൂട്ടിക്കൽ, കോഴത്തോട് പഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസമ്മ മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൂഞ്ഞാർ എം.എൽ.എ. അഡ്വക്കേറ്റ് എം.ജെ. സെബാസ്റ്റ്യൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കേരള സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റുക എന്നുള്ള വലിയ ഒരു ദൗത്യത്തിന്റെ ഭാഗമാണ്. അതിനാദ്യമായുള്ള പടിയാണ് ബോധവൽക്കരണം. ഇതോടൊപ്പം തന്നെ സോഴ്സിൽ തന്നെ ഇല്ലാതാക്കുക. ഇത് വരുന്ന സോഴ്സുകളെല്ലാം റിഡക്ഷൻ കൊണ്ടുവരാനുള്ള വളരെ തീവ്ര യത്നത്തിലാണ് എക്സൈസും പോലീസും അതുപോലെ പൊതുസമൂഹവും. നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം യുവതലമുറയെ ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് മാരക ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. തീർച്ചയായും UDF ഗവൺമെന്റ് അതിൽ വളരെ ശക്തമായ നടപടിയിലൂടെ ഈ കാലം അത്രയും വളർന്നു വന്ന ലഹരി മാഫിയയെ പൂർണ്ണമായും ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യും എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ബോധവൽക്കരണമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് റൂൾ ബൈ ലോ, നിയമത്താൽ ഭരിക്കപ്പെടുന്ന ഒരു രാജ്യമാണ്. ഇവിടെ പോലീസ് ഉണ്ട്, എക്സൈസ് ഉണ്ട്, ഓഫീസർമാരെല്ലാം ഉണ്ട്, നിങ്ങളെ സഹായിക്കും. പക്ഷെ പരിധിക്കപ്പുറത്തോട്ട് പോയ ചില നടപടികളുണ്ട് എന്ന് കുട്ടികളായി നമ്മൾ മനസ്സിലാക്കണം. കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി വിശാൽ ജോൺസൺ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആൻസി അഗസ്റ്റിൻ, VN പീതാംബരൻ, മുണ്ടക്കയം സെന്റ് ജോസഫ് സെൻട്രൽ സ്കൂൾ മാനേജർ ഫാദർ മത്തായി മണ്ണൂർ വടക്കേതിൽ, CMS സ്കൂൾ മാനേജർ റവറൻ ബിനു ഫിലിപ്പ്, ഇടച്ചോറ്റി സരസ്വതി ദേവി ക്ഷേത്രത്തിലെ മേൽശാന്തി സാബു സ്വാമികൾ, മുണ്ടക്കയം ടൗൺ ഇമാം അബ്ദുൾ റൌഫ്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ KS രാജു, അൻസാരി, ഷമീർ കൂരിപ്പാറ, ബെന്നി ചേറ്റുകുഴി, നൌഷാദ് ഇല്ലിക്കൽ, TC ഷാജി, ജയചന്ദ്രൻ, അബു ഉബൈദത്ത്, MG രാജു, നൌഷാദ് തത്തൻപാറ, TS റഷീദ്, PM നജീബ തുടങ്ങിയവർ പ്രസംഗിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ MD അജിമോൻ സ്വാഗതവും മുണ്ടക്കയം SHO സജീവ് കുമാർ JS കൃതജ്ഞതയും രേഖപ്പെടുത്തി. പരിപാടിയുടെ ഭാഗമായി സ്കൂൾ കുട്ടികളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലിയും ഫ്ലാഷ് മോബും തെരുവ് നാടകവും സ്കിറ്റും അരങ്ങേറി. തിരുവനന്തപുരം, ആലപ്പുഴ, കൊച്ചി, കോഴിക്കോട്. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനീഷ. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് കോട്ടയം നഗരം ഉണർന്നത്. മയക്കുമരുന്നിന് അടിമപ്പെട്ട വിദ്യാർത്ഥിനികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരു വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടു. ഹൈസ്കൂൾ വിദ്യാർത്ഥിനികളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. വിദ്യാർത്ഥിനികളടക്കം നിരവധി പേർ അറസ്റ്റ് ചെയ്തു. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന കൗമാരക്കാരുടെയും യുവതീ-യുവാക്കളുടെയും എണ്ണത്തിൽ ക്രമാതീതമായ വർധനയാണ് ഉണ്ടായിരിക്കുന്നതെന്നും സമൂഹം ഈ വിപത്തിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു. പരിപാടിയിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, സ്കൂൾ കോളേജുകൾ, വ്യാപാരി സംഘടനകൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നിവർ പങ്കാളികളായി. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.